ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണ ഏജൻസികളുടെ തലവന്മാരും ആഭ്യന്തരമന്ത്രി അമിത് ഷായും തമ്മിൽ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു. ഭീകരാക്രമണം സംബന്ധിച്ച നിർണായക തെളിവുകൾ ഉദ്യോഗസ്ഥർ അമിത് ഷായ്ക്ക് കൈമാറി. മുഖ്യ ആസൂത്രകൻ എന്ന് കരുതുന്ന ഡോക്ടർ ഉമർ നബിയുടെ മാതാവും സഹോദരങ്ങളും പോലീസ് കസ്റ്റഡിയിലാണ്. ചാവേർ ആക്രമണ സാധ്യത തെളിയിക്കാൻ മാതാവിന്റെ DNA സാമ്പിൾ പോലീസ് ശേഖരിച്ചു. ഒരു വനിതാ ഡോക്ടറടക്കം സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ 4 ഡോക്ടർമാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. അതിനിടെ ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ ഭൂട്ടാനിലുള്ള മോദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ നാളെ ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ക്യാബിനറ്റ് യോഗം ചേരും. All those responsible will be brought to justice. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഉടൻ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. I extend my heartfelt condolences to all those who lost their lives in the tragic incident that occurred in Delhi yesterday. I pray to God to grant strength and solace to the bereaved families in this hour of deep grief. From this platform, I wish to assure my citizens that the country's leading investigative agencies are conducting a swift and thorough inquiry into the incident. The findings of the investigation will soon be made public. I want to formally assure the nation that those responsible for this tragedy will be brought to the justice and will not be spared under any circumstances. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, വളരെ ഗൗരവത്തോടെയാണ് രാജ്യം ഈ സ്ഫോടനത്തെ കാണുന്നത് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വാക്കുകൾ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഇപ്പോൾ നമുക്കിനി ഒരു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിമാരിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കുകൂടെ, ഒരു സ്ഥിരീകരണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം അത്രത്തോളം തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ആ തെളിവുകളെല്ലാം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മുന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 11 മണിക്ക് നടന്ന കൂടിക്കാഴ്ചയിൽ കൃത്യമായ വിവരങ്ങളെല്ലാം അമിത്ഷായെ ധരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ മുതൽ കളക്ട് ചെയ്ത എല്ലാ തെളിവുകളും ആഭ്യന്തരമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കും. അതിനുശേഷം നരേന്ദ്രമോദി ഭൂട്ടാനിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ തന്നെ ഇന്ത്യയിലെത്തി ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷം കൃത്യമായ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഒരു ആക്രമണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്താൻ ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ പ്രധാനമായും ഉമർ നബി, ഡോക്ടറായിട്ടുള്ള ഉമർ നബി എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ ചെങ്കോട്ടയ്ക്ക് സമീപം മെട്രോ റെയിൽ സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് ഇത്തരത്തിലൊരു സ്ഫോടനം നടത്തിയത്. അതിൽ അയാൾ അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇയാളുടെ അമ്മയുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ച് അതുമായി DNA പരിശോധന നടത്താൻ പോലീസ് ഒരുങ്ങുകയാണ്. DNA സാമ്പിൾ പരിശോധിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ അമ്മയെയും അതുപോലെ അയാളുടെ 2 സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയാളുടെ കുടുംബത്തിലെ 5 പേരുടെ മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ തന്നെ ഫരീദാബാദിൽ പിടിയിലായിട്ടുള്ള മുസമ്മിൽ ഗനായ്, അതുപോലെ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടർ അദീൽ, അതുപോലെ ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ പള്ളിയുടെ ഇമാം, ഇത്രയും പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. ഇവരിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഈ ഉമർ നബി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനെന്നാണ് മനസ്സിലാവുന്നത്. ഇയാൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ അടുത്ത ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്രധാനമായ സ്ഥലത്ത് ഒരു ആക്രമണം നടത്തുമെന്നുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇയാളുടെ മാതാവ് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു തനിക്ക് പഠിക്കാനുണ്ട്, തന്നെ ഇനി ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. അപ്പോൾ തന്നെ വ്യക്തമാണ്
ഇയാൾ എന്തോ കാര്യമായി പ്ലാൻ ചെയ്യുകയായിരുന്നുവെന്നും അതുപോലെ കഴിഞ്ഞ 2 മാസമായി വീട്ടിലെത്തിയിട്ടില്ല എന്നും കൂടി കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇയാളും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന അദീലും അനന്തനാഗിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. പിന്നീട് ഇപ്പോൾ ഫരീദാബാദിലെ അൽഫല എന്ന് പറയുന്ന ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ഇയാൾ മറ്റ് കുട്ടികളെ കൂടി ഇയാളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളുകളെ കൂടി ഈ തീവ്രവാദത്തിലേക്ക് ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ അടക്കം അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ, അതായത് 2013 മോഡൽ ഹ്യുണ്ടായി i20 ഹിമാചൽ പ്രദേശ് ഹരിയാന രജിസ്ട്രേഷനാണ്. അപ്പോൾ ഈ കാറ് 4 ആളുകളാണ് കൈമാറി വന്നത്. അങ്ങനെ ഈ കാർ ഉപയോഗിച്ച് വ്യാജരേഖകൾ ചമച്ചാണ് ഈ കാർ അവർ വാങ്ങിച്ചത്. പിന്നീട് പിടിക്കപ്പെടാതിരിക്കാൻ പലയിടത്തായി കൊണ്ടുപോയി പല ആളുകളുടെ പേരിലേക്ക് മാറ്റി. അങ്ങനെ ഇന്നലെ, അതായത് ഈ സ്ഫോടനം നടക്കുന്ന ആ ദിവസമാണ് ഈ കാർ ഡൽഹിയിൽ എത്തിച്ചത്. ഇന്നലെ രാവിലെ 7:20 ഹരിയാനയിൽ ഈ കാർ ഫരീദാബാദിൽ തന്നെ ഈ കാർ സ്പോട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഡൽഹിയിലെ പലയിടങ്ങളിൽ ടോൾ ബൂത്തിലടക്കം ഡോക്ടർ ഉമർ ആണ് ഈ കാർ ഓടിച്ചെത്തിയതെന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. കറുത്ത മാസ്ക് ഉപയോഗിച്ച് ഡൽഹിയിലെ പലയിടങ്ങളിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് വൈകുന്നേരത്തോടു കൂടി ചെങ്കോട്ടയ്ക്ക് സമീപം കാർ 3 മണിക്കൂറോളം പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി അവിടുന്ന് കാർ പതുക്കെ മൂവ് ചെയ്ത് മെട്രോ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സിഗ്നലിൽ എത്തുന്നു. അവിടെ വെച്ച് ഈ കാർ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. 9 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇതിൽ നിന്നും വലിയൊരു പ്ലാൻ ആയിരുന്നു ഈ സംഘത്തിനുണ്ടായിരുന്നത്. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ പോലീസ് പിടികൂടിയപ്പോൾ അത് തന്നിലേക്കും പോലീസ് ഉടൻ എത്തുമെന്ന് മനസ്സിലാക്കി. അഭിലാഷ്, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടിയിലായ ഡോക്ടർമാർ, ഫരീദാബാദിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഡോക്ടർമാർ, നമുക്ക് ജാഗ്രത കുറവുണ്ടായോ എന്ന വലിയ ചോദ്യം ഉയരുന്ന ഈ സാഹചര്യത്തിൽ അതിനുള്ള മറുപടിയും ആ രീതിയിലായിരിക്കും. കാരണം പരിശോധന കർശനമാക്കിയിരുന്നു. ആ 2 ഡോക്ടർമാർ 2 ആഴ്ചയ്ക്കുള്ളിൽ പിടിയിലാകുന്നു. അവർക്കൊപ്പം താമസിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കടുത്ത സമ്മർദ്ദം ഉമറിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നേരത്തെ, അല്ലെങ്കിൽ അവർ വിചാരിച്ചതിനേക്കാൾ നേരത്തെ, അല്ലെങ്കിൽ ഈ രീതിയിൽ സ്ഫോടനം നടത്തേണ്ടി വന്നത്. അങ്ങനെയൊക്കെയാണ് അന്വേഷണത്തിന്റെ ഗതി പോകുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഒന്നും നടക്കാതെ പോകുന്നതിനേക്കാളും എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് തൻ്റെ കൂട്ടാളികൾ പോലീസിൻ്റെ പിടിയിലായതനുസരിച്ച് അതിനുശേഷം ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തണമെന്ന്, താൻ പിടിയിലാവുന്നതിന് മുമ്പ് ഒരു ആക്രമണം രാജ്യ തലസ്ഥാനത്ത് നടത്തണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ചെങ്കോട്ടയിലേക്ക് ഇയാൾ ഈ കാറും ഡ്രൈവ് ചെയ്തെത്തുന്നത്. മാത്രമല്ല ഇയാളുടെ കൂട്ടാളികളിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം തന്നെ പിടികൂടിയിട്ടുണ്ട്. 2560 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് പിടികൂടിയത്. മാത്രമല്ല തീരെ നിറച്ച തോക്കുകളും AK-47 അടക്കമുള്ള തോക്കുകളും വനിതാ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് അടക്കം പിടികൂടിയ ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം അനന്തനാഗിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവർ കൂടാതെ ആ ആശുപത്രിയിലെ മറ്റു ഡോക്ടർമാരോ വിദ്യാർത്ഥികളോ ഇവർക്കൊപ്പം ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. UAPA ചുമത്തിയാണ് ഇപ്പോൾ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ? കാരണം ഈ പിടിയിലായവരും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്ന ആളുമായി ജെയ്ഷെ മുഹമ്മദിന്, പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിൽ പിടിയിലായിട്ടുള്ള വനിതാ ഡോക്ടർ ഷഹീൻ, അവർക്ക് ഈ ജമാഅത്ത് ഉൽ മുമിനാത്ത് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘടനയുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന് കിട്ടിയ തിരിച്ചടിക്ക് പ്രതികാരം എന്നോണമാണോ ഇത്തരത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോകുന്നുണ്ട്. മാത്രമല്ല ഒക്ടോബർ 30 ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡറായിട്ടുള്ള സൈഫുള്ള സൈഫി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കണ്ട് തങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതണ്ട. തങ്ങളുടെ തലവനായിട്ടുള്ള ഹാഫിസ് സെയ്ദി ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷണം ബംഗ്ലാദേശിലേക്ക് കൂടി നീളുമോ? ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ് ആണോ ലഷ്കർ ഇ തോയ്ബയുമായിട്ടാണോ ബന്ധം എന്നുള്ള കാര്യങ്ങൾ അടക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്ന ചോദ്യം അത് ഈ ഘട്ടത്തിലും ഉറപ്പിച്ചു പറയാനായിട്ടില്ല എങ്കിൽ പോലും ഔദ്യോഗികം ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എങ്കിൽ പോലും ജെയ്ഷെ മുഹമ്മദ് എന്ന സൂചന നൽകുന്നു. കാർ ഓടിച്ച പുൽവാമ സ്വദേശി അയാൾ മുഖ്യ സൂത്രധാരൻ എന്ന സംശയമാണിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉമർ നബിയുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉമർ നബിയുമായി കുറച്ച്
കുറച്ചു കാലങ്ങളായി ബന്ധമൊന്നുമില്ല എന്ന് വേണമല്ലോ അല്ലെ നമ്മൾ മനസ്സിലാക്കാൻ. 2 മാസമായി വീട്ടിലേക്ക് എത്തിയിട്ട് എന്ന് പറയുന്നു. നമ്മുടെ തന്നെ ഗ്രൗണ്ട് റിപ്പോർട്ടർ അവിടെ പോവുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ വളരെ ചെറിയൊരു വീടാണ്, അവർ അവിടെ ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബമായി താമസിക്കുകയാണ്. അത്തരത്തിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അശ്വതി, അതെ, ഇപ്പോൾ ഈ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ, അതായത് അമ്മയും സഹോദരങ്ങളും പോലീസിന്റെ കസ്റ്റഡിയിലാണെങ്കിലും ആ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി നമ്മുടെ പ്രതിനിധി പുൽവാമയിലെ വീട്ടിൽ പോയി സംസാരിച്ചിരുന്നു. അപ്പോൾ മനസ്സിലായത് കഴിഞ്ഞ 2 മാസമായി ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ അവരുടെ സ്വന്തം വീട്ടിൽ പോയിട്ട്, പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മയുമായി സംസാരിച്ചിരുന്നു. അതായത് ഈ ആക്രമണം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് അമ്മയുമായി സംസാരിച്ചിരുന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞത് ഇത്തരത്തിൽ തൻ്റെ ഫോണിലേക്ക് ഇനി വിളിക്കരുത്, തനിക്ക് പഠനത്തിൻ്റെ തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും പിന്നീട് തിരിച്ചു വിളിച്ചപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ തന്നിലേക്ക് പോലീസോ മറ്റ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിൽ തൻ്റെ അടുത്തേക്ക് ആരും എത്തരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാകും മാതാവിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ തന്നെ ഇനി ഫോണിൽ വിളിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നത്. എന്തായാലും മാത്രമല്ല, കുടുംബത്തിലെ മറ്റുള്ളവർ പറയുന്നത് ഇയാൾ അധ്യാപകനാണ്, 2020 മുതൽ പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടറായി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അയാൾക്ക് ഇത്തരത്തിലൊരു പ്രവർത്തനമുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും തങ്ങളോടൊന്നും പങ്കുവച്ചിട്ടില്ല, തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു അറിവുമില്ല എന്നുള്ള കാര്യമാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. പക്ഷേ ഇവരുടെ എല്ലാവരുടെ ഫോണുകളും ഇപ്പോൾ കർശനമായ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, ഇപ്പോൾ പിടിയിലായിട്ടുള്ള മുസമ്മിൽ അടക്കമുള്ള